ഹലോ. അപ്പോൾ ഇന്ന് നമുക്കൊരു ഈവനിങ് വീഡിയോ ആണ്. ഒരു കുട്ടി ഉണ്ടായിരുന്നു, നമ്മുടെ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. ആൾ കുറേ പ്രാവശ്യം കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ആ ഒരു കമൻറ്റ് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ആൾ കുറേ പ്രാവശ്യം കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേച്ചി ഒരു ഈവനിങ് വീഡിയോ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എടുക്കണമെന്ന് വിചാരിച്ചാലും നടക്കാറില്ല കേട്ടോ. ഇതാ ഈ ഒരു സൗണ്ടൊക്കെയാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നല്ല സൗണ്ട് ആയിരിക്കും കേട്ടോ വൈകുന്നേരം ആകുന്ന ടൈമിൽ. ഇന്ന് വിചാരിച്ചു എന്തായാലും ഒരു ഈവനിങ് വീഡിയോ എടുക്കാൻ. കുറേ ദിവസമായിട്ട് അവൾ ചോദിക്കുന്നില്ല. ഇപ്പോൾ ഒരു ആൾ അൺസബ് ചെയ്ത് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം അൺസബ് ചെയ്ത് പോയോന്നൊന്നും അറിയില്ല. അപ്പോൾ എന്തായാലും ഒരു ഈവനിങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ മിലുവിൻ്റെ മുടിയൊക്കെ വെട്ടിക്കാൻ അതാണ് പിടിച്ച മിലു. ഇതിൻ്റെ മുടിയൊക്കെ വെട്ടിക്കാൻ പോകണം. ബർത്ത്ഡേ ഒക്കെ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മുടിയൊക്കെ വെട്ടിക്കണം, ഫോട്ടോസൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിലുവിനൊന്ന് ഒരുക്കണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കാം കേട്ടോ, മുടിയൊക്കെ വെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് മുതൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുൻപ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ നേരെ ടൗണിലെ ഷോപ്പിൽ വന്നു. മുടി സാധാരണ വെട്ടുന്നത് സ്ഥിരമായിട്ട് വെട്ടുന്നവരിനെ മിലുവിന് മുടി വെട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പുതിയ ആളാണെങ്കിൽ ഒരുപക്ഷെ അവന് ഇറിറ്റേറ്റഡ് ആയാലും നല്ല രീതിയിൽ കരഞ്ഞ് ബഹളം വെക്കും, പിന്നെ നല്ല രീതിയിൽ കട്ട് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്ന ടൈമിൽ ഓന് ശീലമായിട്ട് മാത്രമേ കൊണ്ടുപോകാറുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് മൂഡ് ഒരുപോലെ ഒന്നും ഇരിക്കില്ല. മുടി വെട്ടുന്ന ടൈമിൽ ഓന് ഇറിറ്റേറ്റഡ് ആവുന്ന ആൾക്കാരാണെങ്കിൽ മുടി വെട്ടുന്ന ടൈമിൽ അവന് അത്ര ഇത് തോന്നിയില്ല എങ്കിൽ ഓൻ കരഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു ആളാണ് അവിടുത്തെ ഷോപ്പിൽ ഞാൻ കൊണ്ടുവരുന്ന ടൈമിൽ ഓൻ നല്ല രീതിയിൽ അടങ്ങി നിൽക്കാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരാളാണ് ഓൻ്റെ മുടി മിക്കപ്പോഴും വെട്ടുന്നത്. അപ്പോൾ വെട്ടിയാലും നന്നാവും, അതേപോലെ തന്നെ ഓൻ കരയുമില്ല. അതുകൊണ്ട് തന്നെ ഓൻ്റെ കംഫർട്ട് നോക്കിയിട്ടാണ് ഞാൻ എപ്പോഴും പോവാറ്. അപ്പം ഞങ്ങൾ പോയ ടൈമിൽ അവിടെ തിരക്കൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നേരെ വലിയ കസേരയിലൊക്കെ ഇരുത്തി. അപ്പോൾ ഇരിക്കുന്ന ഇരുത്തൊക്കെ കണ്ടാൽ വിചാരിക്കും അടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് അടങ്ങിയിരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ചിലയിടത്തുനിന്ന് കരഞ്ഞ് ബഹളം വെക്കും കേട്ടോ. അപ്പം ഞാൻ വൺ സൈഡാണ് ഓന് എപ്പോഴും വെട്ടി കൊടുക്കാറ് കേട്ടോ. വൺ സൈഡ് ജസ്റ്റ് ഇങ്ങനെ അവിടെ ഒരു ലൈന് പോലെ ഇട്ടിട്ട് അങ്ങനെയാണ് വെട്ടിക്കുന്നത്. ആ ഒരു സ്റ്റൈലാണ് എനിക്കിഷ്ടം. എന്തെങ്കിലും ടു സൈഡ് വെട്ടിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ അതിന് മാത്രം തോന്നിയില്ല. രണ്ട് സൈഡിലുള്ള മുടിയും കൂടെ പോയി കഴിഞ്ഞാൽ എല്ലാം കൂടെ അവൻ്റെ മുഖം കൂടുതൽ പിടിച്ചിട്ട പോലെ ആവുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മുടി നല്ല ക്ലീൻ ആയിട്ട് വെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് ത്രെഡ് ചെയ്യാൻ കയറാണ്. കാരണം എൻ്റെ പുരികം ചെറിയ രീതിയിലൊന്നും വളർന്നിട്ടുണ്ടായിരുന്നു, എന്നാലും എടുക്കാൻ പാകത്തിനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, വെറുതെ 50 രൂപ കളയണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ കൂട്ടിയിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇത് ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കാണ് കേട്ടോ. ബർത്ത്ഡേക്ക് മുന്നേ ഫോട്ടോഷൂട്ടിൻ്റെ കുറച്ച് ദിവസം മുന്നേ മുടി വെട്ടി റെഡിയാക്കിയാൽ രണ്ട് ഇതിനേക്കും റെഡിയായി. പിന്നെ മുടി വെട്ടണ്ടല്ലോ, ബർത്ത്ഡേ ആകുമ്പോഴേക്കും മുടി വെട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഡേറ്റ് അടുപ്പിച്ച് തന്നെ വെട്ടിയിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ ഓനെയും കൂട്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി. ഇനിയിപ്പോൾ ഓന് ഇത്രയും സമയം മുടി വെട്ടുന്ന ടൈമിൽ ഓൻ അടങ്ങിയിരുന്നല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഓന് വാങ്ങിക്കൊടുക്കണം. ആദ്യമേ ഡിമാൻഡ് വെക്കും, കരയാതിരുന്നാൽ അത് വേണം ഇത് വാങ്ങണം എന്നൊക്കെ പറയും. അപ്പോൾ ഓൻ അന്ന് ഡാർക്ക് ഫാൻറ്റസിൻ്റെ ബിസ്ക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കൊടുത്തു. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ നല്ല രീതിയിൽ വിശപ്പുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുട്ടയും ബ്രെഡൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ പോയിട്ട് മുട്ടയും ബ്രെഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഓനെ ഒന്ന് വാമപ്പ് ഇതൊക്കെ നിർത്തി ഓന് വിശക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഓനെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ ഓൻ അതും കഴിച്ചൊരു മുലക്ക് ഇരുന്നോളും. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ അതുണ്ടാക്കി കൊടുത്തിട്ട് ബാക്കി പണികളിലേക്കൊക്കെ കടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓന് നല്ല വിശപ്പുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഡ്രസ്സ് പോലും മാറാണ്ടാണ് ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഓന് കൊടുത്തു. പിന്നെ ഞങ്ങൾക്ക് ചെടികളൊക്കെ നനക്കാനുണ്ടായിരുന്നു, ചെടികളൊക്കെ നനക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. അപ്പോൾ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ ഞാൻ അതൊന്ന് അഴിച്ച് വെക്കാൻ തന്നെ നേരെ ചെടികൾ നനക്കാൻ വേണ്ടിയിട്ട് പോയി. ചെടികൾ നനക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതുകൊണ്ട് തന്നെ പുതിയ ഡ്രസ്സിൽ അഴുക്കൊന്നും ആവില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ചെടികളൊക്കെ പറിച്ച് മാറ്റിയൊക്കെ നടത്തുന്നുണ്ടെങ്കിലല്ലേ. അപ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ മുഴുവനായിട്ട് നനച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ അടുക്കളയിൽ ബാക്കിയുണ്ട്. ചായക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ മീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, അത് പറ്റി വൃത്തിയാക്കി വെക്കാമെന്നൊക്കെ വിചാരിച്ചു. ഈ ഒരു നനക്കലും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നനക്കുന്ന ടൈമിൽ ഏട്ടൻ്റെ ഭാര്യയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങനെ ഞങ്ങളിങ്ങനെ അങ്ങ് ഓരോ കഥകളൊക്കെ ഇങ്ങനെ അങ്ങനെ ഇങ്ങോട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ നേരെ പോയിട്ട് പഴയ ഡ്രസ്സൊക്കെ ഇട്ട് വന്നു. എന്നിട്ട് മീനൊക്കെ വെട്ടിയിട്ട് വൃത്തിയാക്കുമെന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ മീൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തലേന്ന് ആ ഒരു മീനൊക്കെ ക്ലീനാക്കി വെച്ചാൽ പിറ്റേന്നായാലും അത് ജസ്റ്റ് ഉണ്ടാക്കാൻ മാത്രമല്ലേ പണിയുണ്ടാവും. അത് മാത്രമല്ല നമുക്ക് നേരത്തെ കുടിക്കുകയൊക്കെ ചെയ്യാം. മീനിൻ്റെ പണി അവിടെ കഴിഞ്ഞാൽ നമ്മൾ ഫ്രഷ് ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മേല് കഴിക്കുക ഫ്രഷ് ആവാക്കുന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ അതിന് മുൻപ് ആ ഒരു സംഭവങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. അപ്പോൾ ഇത് ആദ്യമല്ല ശീലമാണ് കേട്ടോ. ഞാൻ അങ്ങനെ വൈകുന്നേരം മീൻ കൊണ്ടുവന്നാൽ ഇങ്ങനെ പിറ്റേന്ന് ആക്കേണ്ട മീനാണെങ്കിൽ ഞാൻ എന്തായാലും ക്ലീൻ ചെയ്ത് വെക്കും. ഞാൻ തന്നെയാണ് ആക്കുന്നതെങ്കിൽ അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. മാത്രമല്ല പിറ്റേന്നുള്ള പണിയും കുറഞ്ഞിട്ട് നമ്മൾ രാത്രി ആവുന്ന ടൈമിൽ നമുക്ക് സ്വതവേ പണി കുറച്ച് കുറവായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ പിറ്റേന്നത്തേക്കുള്ള കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അതുപോലെ ഇതുപോലെ ഈസി പണിയൊക്കെ നോക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. പിന്നെ എന്നൊരു കുട്ടി നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കുട്ടി നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, ഈവനിങ് വീഡിയോ ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഈവനിങ് വീഡിയോയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഒന്നാമത് ചെയ്യാത്തത്. പിന്നെ നമ്മൾ
എന്നും ചെയ്യുന്ന ടൈമിൽ ഈ ഒരു രാത്രി എന്നൊക്കെ പറയുന്ന ടൈമിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു രാത്രി വരെ എടുക്കണം എന്ന്. പക്ഷേ എല്ലാ കാര്യങ്ങളൊന്നും എനിക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. രാത്രിയുള്ള കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വീഡിയോ എടുക്കുന്ന കാര്യം കൊണ്ട് വിട്ടുപോയി. എന്തായാലും ഈവനിങ് വീഡിയോ ചെയ്യാനാണ് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ ഈവനിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു മീൻ വട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയി കുളിച്ചു. പിന്നെ മാഗി ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവങ്ങളൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. മാഗിയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു. പിന്നെ രാത്രിയായപ്പോൾ ഫുഡും കഴിച്ചു, കിടന്നുറങ്ങി. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. അപ്പം എന്തായാലും കൂടുതലായിട്ട് നമ്മുടെ ലൈഫിലൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തത് കേട്ടോ. അപ്പം ഞാനങ്ങനെ നേരെ മാഗി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കൂടി ചായയൊക്കെ കുടിച്ചു. പിന്നെ മില്ല ഇവിടുന്ന് TV കണ്ടുകൊണ്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ മുപ്പത് നല്ല ബ്രെഡൊക്കെ അടക്കത്താക്കിയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ഫുഡൊക്കെ കൊടുത്തു. രാത്രി ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ ഇതാവും കാർട്ടൂൺ കാണാൻ ഇപ്പോൾ അമ്മമ്മ ഇല്ലാത്തത് കൊണ്ട് രാത്രിയും കൂടി TV എൻ്റെ കയ്യിലാണ്. കുറച്ച് സമയം കാണാറുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതിലെനിക്കറിയാം ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടൊന്നുമില്ലെന്ന്. എങ്കിലും ഒരു ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.